അദ്ദേഹത്തിൻ്റെ വാനിൻ്റെ പുറത്ത് കയറി നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞപ്പം പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ ആ റോഡിൻ്റെ അദ്ദേഹം നിൽക്കുന്നതിൻ്റെ എതിർവശത്ത് ഒരാൾക്ക് എന്തോ സംഭവിക്കുന്ന പോലെ തോന്നി. അത് വെള്ളം കിട്ടാതെ ആയിരിക്കണം അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന പോലെ തോന്നിയപ്പം വാനിൻ്റെ മുകളിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ആ വാനിൻ്റെ മുകളിൽ നിന്ന് വാനിനോട് ചേർന്ന് അതിൻ്റെ മുൻവശത്തെ ടയറിൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് അങ്ങോട്ട് നോക്കുന്നത് കണ്ടു. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ട് അദ്ദേഹം അത് ദർശിച്ചു. എന്തോ ഒരു സംഭവവികാസം അവിടെ ഉണ്ടായി. പെട്ടെന്ന് ആംബുലൻസ് വരുത്തി അയാളെ ആശുപത്രി കൊണ്ടുപോകുക എന്ന് ആ മൈക്കിൽ കൂടെ പറയുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത്. എന്താണ് അത് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. അതേ സമയത്ത് ഇന്നലെ 24 ചാനൽ ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് അതിനകത്ത് വിജയുടെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹം 1-2 കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഒരു കുത്തുണ്ടായി എന്നാണ്, ഒരാൾക്ക് പരിക്കേറ്റു. വിജയ് പ്രസംഗിക്കുന്നതിൻ്റെ നേരെ അടിയിൽ. അതാണ് നമ്മളും ശ്രദ്ധിച്ചത്. എന്ത് സംഭവിച്ചെന്ന് മനസ്സിൽ 10, 15, 20 പേരുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒരു ചെറിയ ബഹളം പോലെ. അതിൻ്റെ തൊട്ടപ്പുറത്തും അങ്ങനെ ബഹളം. അവിടെ ഒരു പോലീസുകാരനെ ഒന്നും നമ്മൾ കണ്ടില്ല. ഇത് ഒരു ചതിയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ വിജയ് കൊടുത്തിരിക്കുന്ന പരാതി. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അവിടുത്തെ DMK ഗവൺമെൻറ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മീഷൻ്റെ നിഗമനം അനുസരിച്ചായിരിക്കും വിജയെ പ്രതിയാക്കണോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണെന്ന് ആ കേസുമായിട്ടുള്ള പോലീസിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ അവരുടെ ഒപ്പീനിയൻ കൂടെ സ്വീകരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്.